എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 1 ശ്ലോകം 15, 16, 17, 18, 19, 20, 21, 22. 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുവിന്റെ ഭാര്യയായിട്ടുള്ള ശ്രദ്ധാദേവി എനിക്കൊരു പുത്രി വേണമെന്ന് പറയണു ഗോദാവിനോട്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. പ്രേഷിതോ അധ്യുര്യുണാഹോത ധ്യായൻ സ്ഥൽസു സമാഹിത ഹവിഷി വ്യജരൽ തേന വഷട്കാരം ഗൃണന്തിജ. അധ്വര്യുവിനാൽ പ്രേഷിത ഹോത, പ്രേരിപ്പിക്കപ്പെട്ട ഹോതാവ്, സുസമാഹിത മനസ്സിനെ ഏകാഗ്രമാക്കി, തത് ധ്യായൻ അതിനെ ധ്യാനിക്കുന്നവനായിട്ട്, ഹവിഷി ഗൃഹീതേ ഹവിസ് ഗ്രഹിക്കപ്പെട്ടപ്പോൾ, വഷട്കാരം ഗൃണന്തിജ വഷട്കാരത്തെ ഉച്ചരിക്കുന്ന ദ്വിജൻ, തേന അതിനെ കൊണ്ട് വ്യജരൻ ഹോമിച്ചു. അധ്വര്യു ഹോതാവിനോട് ഹോമിക്കാൻ ആവശ്യപ്പെട്ടു. ഹോതാവ് ഹോമദ്രവ്യത്തെ അതായത് ഹവിസിനെ എടുത്തു. മനസ്സുകൊണ്ട് മനുപത്നിയുടെ പ്രാർത്ഥന ഫലിക്കണേ എന്ന് സങ്കല്പിച്ച് വേണ്ടതുപോലെ ധ്യാനിച്ച ശേഷം ഹോമക്രമത്തെ നന്നായി അറിയുന്ന ആ ബ്രാഹ്മണൻ വഷട്കാരം ഉച്ചരിച്ചും കൊണ്ട് ആ ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. ഹോതുസ്തൽ വ്യഭിചാരേണ കന്യേള നാമസാഭവൽ താം വിലോക്യ മനുപ്രാഹ നാദിഹൃഷ്ടമനാ ഗുരും. ഹോതു തദ്വ്യഭിചാരേണ ഹോതാവിന്റെ സങ്കല്പ വ്യത്യാസത്താൽ സാ ഇളാനാമകന്യ അഭവൽ അവൾ ഇളയെന്നു പ്രസിദ്ധയായ കന്യകയായി ഭവിച്ചു. താം വിലോക്യ അവളെ നോക്കിയിട്ട്, നാദിഹൃഷ്ടമനാഹ മനു അധികം സന്തോഷിക്കാത്ത മനസ്സോടുകൂടിയ മനു ഗുരും പ്രാഹ ഗുരുവിനോട് പറഞ്ഞു. അപ്പോ യജമാനായ മനു ഒരു പുത്രൻ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത് അല്ലെ. അപ്പൊ ഹോതാവായ ദ്വിജനോ പുത്രി ഉണ്ടാകണമെന്നാണ് സങ്കല്പിച്ചത്. അപ്പൊ ഈ സങ്കല്പത്തിന്റെ വ്യത്യാസ നിമിത്തം ജനിച്ച സന്താനം സ്ത്രീയായിട്ട് ഭവിച്ചു. ഇള എന്നാണ് അവൾക്ക് പേര് നിശ്ചയിച്ചത്. സന്താനം ഇല്ലാത്ത ദുഃഖം തീർന്നുവെങ്കിലും സ്ത്രീ സന്താനമായതുകൊണ്ട് മഹാരാജാവിന് സന്തോഷിക്കാൻ പറ്റുമോ? വളരെ വിഷമായി. അങ്ങനെ മനു ഗുരുവായ വസിഷ്ഠമുനിയോട് ചോദിക്കാണ്, ഭഗവൻ കിമിദം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം വിപര്യകമഹോ കഷ്ടം മൈവം സ്യാൽ ബ്രഹ്മവിക്രിയ. ഭഗവൻ അല്ലയോ ഭഗവാനായുള്ളവനെ, ഇതം കിം ജാതം ഇതെങ്ങനെ സംഭവിച്ചു? ബ്രഹ്മവാദിനാം വ കർമ്മ വേദവിത്തുക്കളായ നിങ്ങളുടെ കർമ്മം, വിപര്യമഹോ കഷ്ടം വിപരീത ഫലപ്രദമായത് മഹാകഷ്ടം. ഏവം ബ്രഹ്മവിക്രിയ ഇപ്രകാരം മന്ത്രവ്യത്യാസം മാസ്യാൽ ഭവിക്കരുത്. 2 ശ്ലോകങ്ങളാണ് മനു പറഞ്ഞതിനെ കാണിക്കുന്നത്. ഹേ സർവമറിഞ്ഞിരിക്കുന്ന ഭഗവൻ, ഇതെങ്ങനെയാ സംഭവിച്ചത്? വേദവിഹിത കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്കാൻ അറിവുള്ള നിങ്ങൾ നടത്തിയ ഈ കർമ്മം സങ്കല്പത്തിന് വിപരീതമായ ഫലത്തെ കൊടുക്കുന്നതായിട്ട് വന്നത് എങ്ങനെയാ? അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. മന്ത്രത്തിന് ഇപ്രകാരം വ്യവസ്ഥയില്ലെന്ന് വന്നാൽ വേദോക്ത കർമാനുഷ്ഠാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ ആവില്ലേ? അത് വളരെ കഷ്ടല്ലേ ചോദിക്കാണ്. യൂയം മന്ത്രവിദോ യുക്താ തപസാ ദഗ്ധകിൽബിഷാ കുതഃ സങ്കൽപ്പ വൈഷമ്യം അനൃതം വിബുധേ ശിവ. യൂയം നിങ്ങൾ, മന്ത്രവിദ മന്ത്രമറിയുന്നവരും, യുക്താഹ ഇന്ദ്രിയ നിഗ്രഹമുള്ളവരും, തപസാ തപസ്സുകൊണ്ട്, ദഗ്ധകിൽമിഷാഹ ദഹിപ്പിക്കപ്പെട്ട പാപത്തോടുകൂടിയവരുമാകുന്നു, വിബുധേഷു ദേവന്മാരിൽ, ആനൃതം ഇവ അസത്യം എന്ന പോലെ, സങ്കല്പ വൈഷമ്യം കുത ഈ സങ്കല്പത്തിന് വിപരീതാവസ്ഥ എങ്ങനെ വന്നു? നിങ്ങള് മന്ത്രാർത്ഥവും അവയുടെ പ്രയോഗവും അറിയുന്നവരും, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും, തപശക്തി കൊണ്ട് പാപം നശിപ്പിച്ചവരുമാണല്ലോ. അങ്ങനെ ഇരിക്കെ ഈ കർമ്മത്തിൽ സങ്കല്പിച്ചതിന് വിപരീതമായ ഫലം എങ്ങനെയാണ് വന്നത് ഗുരു? സത്വഗുണപ്രധാനികളായ ദേവന്മാരില് അസത്യം എന്നതുപോലെ അല്ലയോ
ഇത് ഇങ്ങനെ സംഭവിച്ചത്? ഇതെങ്ങനെയാ സംഭവിച്ചത് ചോദിക്കണു മനു ഗുരുവിനോട്. തന്നിശമ്യവചസ്തസ്യ ഭഗവാൻ പ്രപിതാമഹ ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ ബഭാഷേ രവിനന്ദനം. തസ്യ തൽ വച നിശമ്യ, അദ്ദേഹത്തിന്റെ ആ വാക്കിനെ കേട്ടിട്ട് ഭഗവാൻ പ്രപിതാമഹ ജ്ഞാനിയായ വസിഷ്ഠൻ ഹോതു വ്യതിക്രമം ഹോതാവിന്റെ വിപരീത സങ്കല്പത്തെ ജ്ഞാത്വ അറിഞ്ഞിട്ട് രവിനന്ദനം സൂര്യപുത്രനോട് ബഭാഷെ പറഞ്ഞു. അപ്പൊ മനുവിന്റെ ഇങ്ങനെ ചോദ്യം കേട്ടപ്പോ സർവജ്ഞനായ വസിഷ്ഠമുനി ഇതെന്താത് ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്, എന്താ അതിന്റെ കാരണം എന്ന് ആലോചിച്ചു. അപ്പൊ ജ്ഞാനദൃഷ്ടി, അദ്ദേഹം തപസ്യല്ലേ, ജ്ഞാനദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലായി. അപ്പോഴാണ് ഹോതാവിന്റെ വിപരീത സങ്കല്പമാണ് ഇതിന് കാരണം എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞത്. മനുവിനോട് പറയാണ് പിന്നെ ഏതൽ സങ്കല്പ വൈഷമ്യം ഹോതുസ്തേ വ്യഭിചാരത തഥാപി സാധയിഷ്യേതേ സുപ്രജാസ്ത്വം സ്വതേജസ. ഏതത് സങ്കല്പ വൈഷമ്യം, ഈ സങ്കല്പ വൈപരീത്യം തേ ഹോതു അങ്ങയുടെ ഹോതാവിന്റെ വ്യഭിചാരത വ്യവസ്ഥയില്ലായ്മ കൊണ്ടാവണ. തഥാപി എങ്കിലും സ്വതേജസ എന്റെ തപശക്തി കൊണ്ട് തേ സുപ്രജാസ്ത്വം അങ്ങയ്ക്ക് സുപ്രജയോടുകൂടിയവൻ എന്ന അവസ്ഥയെ സാധയിഷി സാധിപ്പിക്കുന്നു. അപ്പൊ വസിഷ്ഠ മഹർഷി പറയാണ് സങ്കല്പത്തിന് വിപരീതമായ ഫലം കാണപ്പെടുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അങ്ങയുടെ ഹോതാവിന്റെ വിപരീത സങ്കല്പമാണ്. അദ്ദേഹം ഇതല്ല സങ്കല്പിച്ചത്. എങ്കിലും അങ്ങയ്ക്ക് കുണ്ഠിതം വേണ്ട, അങ്ങ് വിഷമിക്കണ്ട. എന്റെ തപശക്തി കൊണ്ട് ഈ കന്യകയെ തന്നെ ഞാൻ കുമാരനാക്കി തീർത്തിട്ട് അങ്ങയെ ശോഭനപുത്രനോട് കൂടിയവനാക്കി തീർക്കാം. ഈ പെൺകുട്ടിയെ ഞാൻ മിടുക്കനായൊരു ഉണ്ണിയാക്കി തീർക്കാം, അങ്ങ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സുമഖായശാ അസ്തൗഷീത് ആദിപുരുഷം ഇളായാ പുംസ്ത്വകാമ്യയാ. രാജൻ, ഹേ രാജാവേ, ഏവം വ്യവസ്ഥിത ഇപ്രകാരം നിശ്ചയിച്ചവനും സുമഹായശാഹ മഹാകീർത്തിമാനുമായ ഭഗവാൻ വസിഷ്ഠൻ ഇളായാ പുംസ്ത്വകാമയ ഇളയുടെ പുരുഷഭാവത്തെ കാംക്ഷിച്ചും കൊണ്ട് ആദിപുരുഷം ശ്രീനാരായണനെ അസ്തൗഷി സ്തുതിച്ചു. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, മഹാകീർത്തിമാനും സർവജ്ഞനുമായ വസിഷ്ഠ മഹർഷി അങ്ങനെ നിശ്ചയിച്ചിട്ട് ഇള എന്നുപേരായ കന്യക പുരുഷനായി ഭവിക്കണേ എന്ന സങ്കല്പത്തോടുകൂടി സകലത്തിന്റെയും ആദികാരണമായിരിക്കുന്ന ആ ശ്രീനാരായണൻ ആ ഭഗവാനെ അങ്ങോട്ട് മനസ്സിൽ സങ്കല്പിച്ചാണ് സ്തുതിച്ചു, മനസ്സിൽ ധ്യാനിച്ചിട്ട്. തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വര ദദൗ ഇളാഭവൽ തേന സുദ്യും ന പുരുഷർഷഭ. തുഷ്ട സന്തോഷിച്ചവനും ഹരി ഭക്ത സന്താപങ്ങളെ ഹരിക്കുന്നവനും ഈശ്വര എല്ലാറ്റിനും ശക്തനുമായ ഭഗവാൻ ശ്രീനാരായണൻ തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് കാമവരം കാമിച്ച വരത്തെ ദദൗ ദാനം ചെയ്തു. തേന അതുകൊണ്ട് ഇള എന്നവൾ സുദ്യുമ്നൻ എന്ന് പ്രസിദ്ധനായ പുരുഷർഷഭ അഭവൽ പുരുഷശ്രേഷ്ഠനായി ഭവിച്ചു. ഭക്തന്മാരുടെ സങ്കടങ്ങളെ തീർത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടുന്നത് സകലവും പ്രവർത്തിക്കാൻ ശക്തനായ ആ ഭഗവാൻ ശ്രീനാരായണൻ വസിഷ്ഠന്റെ സ്തോത്രം കൊണ്ട് സന്തോഷിച്ചു ആഗ്രഹിച്ച വരം കൊടുത്തു. അങ്ങനെ ഇള എന്നു പേരായിരുന്ന കന്യക പുരുഷനായി സുദ്യുമ്നൻ എന്ന പേരില് കീർത്തിക്കപ്പെട്ടു. സുദ്യുമ്നൻ എന്ന് കീർത്തിക്കപ്പെട്ട പുരുഷശ്രേഷ്ഠനായിട്ട് ഭവിച്ച ആ മഹാരാജാവ് ആ പുത്രനാണ് എന്ന് പറയണു, സുദ്യുമ്നൻ എന്ന്. ഇങ്ങനെയാണ് സുദ്യുമ്നൻ എന്ന പുത്രൻ ഉണ്ടായത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.